കൊല്ലാറ ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു സദ്യ അവിയലാണ് കേട്ടോ. 50 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ അവിയൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് മുരിങ്ങക്കായ 500 ഗ്രാം, ക്യാരറ്റ് 1 കിലോ, നേന്ത്രക്കായ 2 കിലോ, ചേന 1 കിലോ, 3 നാളികേരം, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, നല്ല ജീരകം എന്നിവ ചേർത്ത് ചതച്ച് വെച്ചതാട്ടോ. പുളിയുള്ള തൈര് 1 ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കുണ്ടാക്കാനായിട്ട് ഒരു ഉരുളിയിലേക്ക് മുരിങ്ങക്കായ, ചേന, ക്യാരറ്റ് എന്നിവ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേന്ത്രക്കായ ചേർക്കുന്നില്ല കേട്ടോ. നേന്ത്രക്കായ പെട്ടെന്ന് വെന്തുടഞ്ഞു പോണ കാരണം കേട്ടോ ഉപ്പ് ചേർക്കാത്തത്. അതിലേക്ക് നമ്മൾ കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വെള്ളം കൂടെ ചാറി കൊടുത്തിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് ഇല വെച്ച് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഇത് പകുതി കുക്കാവുമ്പോൾ നമ്മളിതിലേക്ക് എടുത്ത് വെച്ച നേന്ത്രക്കായ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നേന്ത്രക്കായ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ വലിയ സ്റ്റവിലായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ഇല വെച്ച് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഇനി ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കും കേട്ടോ. ആദ്യം തൈര് ചേർത്ത് നന്നായി ഇളക്കി ഒരു ചെറിയ തിള വരുമ്പോൾ നമ്മളതിലേക്ക് എടുത്തു വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണയും തേങ്ങയും പച്ചക്കറിവേപ്പിലയാണ് കേട്ടോ ഈ അവിയലിനെ സ്വാദിഷ്ടമാക്കുന്നത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചു വെന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇപ്പം നമുക്ക് നല്ലൊരു അവിയൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കണം. താങ്ക്